ഫ്രണ്ട്സ് ഇട്ടിട്ട് അതുകൊണ്ട് ഹീറോയി പേടിച്ച് മാരേജ് കഴിച്ച് ഹീറോയിൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി സോറി അമ്മ. ഹീറോയി എന്താ അച്ഛൻ പറയാൻ അവരെല്ലാം കത്തിയെടുത്ത് ഏതാ അച്ഛൻ സോറി അമ്മ എൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ മൊബൈൽ നോക്കുക എന്ന് പറഞ്ഞായിരുന്നു. മൊബൈലിൽ ഫുള്ള് നോക്കുക ഹീറോയി മാരേജ് കഴിക്കുമ്പോൾ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ചെക്കൻ എന്തെല്ലാം ചീറ്റ് ചെയ്തത് അവനക്ക് നിറയെ ഗേൾസിനും കൂടെ ഉണ്ട്. അതുമാത്രമല്ല സീക്രട്ട് വൈഫും ഉണ്ട്. നിറയെ മാരേജും കഴിച്ചിന് നിറയെ പണം സ്വത്തെടുക്കുക നിറയെ ഗേൾസിനെല്ലാം കൊണ്ടുപോയിട്ട് അവന് ഇത് നിറയെ ഗേൾസിനെല്ലാം അവന് അടിമ ചെയ്യുക. ഇതെല്ലാം അവൻ ഹീറോയെ കണ്ട് ഷോക്കായിരുന്നു. ഡാഡ് ഇവന് ഇത്ര വൃത്തികൂടാ അത് മോളെ ഇവർക്ക് 7 പേർക്ക് നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടാറ് അതുകൊണ്ട് അവർ വന്ന് പ്രപ്പോസ് മാരേജ് കേട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻഗേജിനെ സമ്മതിച്ചില്ലായിരുന്നു. അതുമാത്രമല്ല ഞാൻ അവരോട് പറയാനരിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ട് ഞാൻ ഇല്ല നോക്കും എനിക്ക് കൺഫേമായി ഇവിടെ എന്നെ സിൻസിയർ ലവ് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ലവ് ഞാൻ ജനിച്ചു പോയി. അതാ നിൻ്റെ ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്ത് അതൊക്കെ വേറെ വഴിയില്ല. ഇവരെ മാരേജ് കഴിക്കുന്നത് നിനക്ക് നല്ലത്. അവനക്കറിയാം ഇവരെ മാരേജ് കഴിച്ചാൽ നിനക്ക് ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് നിനക്ക് ഇവിടെ പിടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛനും പറയായിരുന്നു അമ്മ പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇത് പിടിക്കുമെന്ന് അറിയോ. അയ്യോ എൻ്റെ ഡ്രീം ബോയ് ഹീറോയി മനസ്സിൽ കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ഇവരെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവരെ മാരേജ് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് വെച്ചു. എൻ്റെ ഫ്രണ്ട് ഈ പൂജ പൂജ ഫ്ലാഷ് ബാക്ക് പറഞ്ഞത് ഓർക്കാണ്. പൂജ മച്ചി ഇവരെല്ലാം ഐഡൽസ് ആണടി. നിന്നെ 7 പേര് എങ്ങനെ മാരേജ് കഴിക്കുമോ. നീ 7 പേർക്ക് പ്രപ്പോസ് ചെയ്താൽ എന്ത് സംഭവിക്കും അറിയോ. 7 പേർ ചീപ്പോടി എനിക്ക് ഒരാളും കിട്ടല്ല. അതുമാത്രമല്ല എനിക്ക് മാരേജ് കഴിക്കാൻ പറ്റില്ല എന്ന ഹീറോയിനോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയി ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. ഫ്രണ്ട് പറയുന്നത് നീ ഇവനെ മാരേജ് കഴിച്ചാൽ നിനക്ക് ഭയങ്കര ഹാപ്പി ആവും. ഇവൻ എൻ്റെ പുറകെ നടക്കായിരുന്നു. ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഇപ്പം വീട്ടിലായിരുന്നു ഓർക്കായിരുന്നു. ഇത് ചടങ്ങെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നിട്ട് മച്ചി എന്ന് പറഞ്ഞ് വന്ന് അകത്ത് നോക്ക് ഷോക്കായി. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പൂജ കയറ്റി കേട്ടായിരുന്നു. ഹീറോയി പൂജ കയറ്റിന് പൂജ നോക്ക് മൊറക്കായിരുന്നു. പൂജക്കൊന്നും മനസ്സിലായില്ല. പൂജനെ വിളിച്ച് വാടിങ്ങ് നീ അല്ലടി പറഞ്ഞ 7 പേരെ പ്രപ്പോസ് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഹീറോയിൻ പൂജ ഓർക്കായിട്ട് വാഷ്ബുക്ക് അയ്യോ ഞാനതിന് പറഞ്ഞ എന്താടി സംഭവിച്ച നടന്ന കാര്യം പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഷാക്കായിരുന്നു. പൂജ കയറ്റി ചിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലടി. അത് മാത്രമല്ലടി എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഫോളോ ചെയ്യുന്ന മതി. എനിക്കൊരിക്കൽ ജങ്കുക്ക് പോലെ കണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു അല്ലടി. ഹീറോയിൻ പറയില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ഹീറോ ഷോക്കായിരുന്നു. എന്തടി അതടി കുറച്ച് ബോയ്സ് എല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു. ജിമ്മിൻ ജങ്കുക്ക് മാതിരി എനിക്ക് കണ്ട മാതിരി അവരെ ഒടിച്ചു വരുന്നു. അതുകൊണ്ട് അവർ സംസാരിച്ചാണ് അയ്യോ ഇവരെ ഗേൾ ഫ്രണ്ട് പുറകിൽ നടക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞ് 2 ബോയ്സ് പറയുന്ന കേട്ട് പോയില്ലേ എനിക്ക്. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായിട്ട് ജങ്കുക്കും ജിമ്മിൻ നോക്കായിരുന്നു. ജിമ്മിൻ ജങ്കൊക്കെ തല ചെറിയ തുടങ്ങിയത് അത് അങ്ങനെ പറഞ്ഞായിരുന്നു. ഹീറോയിൻ ശരിക്കായിരുന്നു. അപ്പോഴും നിങ്ങളാണോ ഇത്. അതെ ഞങ്ങളാണെന്ന് ഹീറോയിൻ നോക്കി ചിരിച്ചിട്ട് പറയായിരുന്നു. ഹീറോയിൻ കുറച്ച് ഡേയ്സ് ഹീറോയിൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഡേയ്സ് വേണോ ഞാൻ നിങ്ങളെ സ്വീകരിക്കണമെന്നും ഓക്കെ എന്ന് പറഞ്ഞു. എൻ്റെ സിസ് മാരേജ് ആയി. പിന്നെ കൊറിയ സിസ് മാരേജ് ഹീറോയിൻ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. ഹീറോയിനോട് പറയാൻ തുടങ്ങി ഡിസംബർ നീ ഇവിടെ തന്നെ പഠിച്ചോ ഞങ്ങൾ വന്ന് പോയിട്ടിരിക്കും എന്ന് ഹീറോയ്ക്ക് ടാം കൊടുത്തായിരുന്നു. ഹീറോയി പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാവും ശരി ഓക്കെ എന്ന് ഹീറോയിൻ്റെ ഡിസംബർ ഇതിലേക്ക് പോയായിരുന്നു. പിന്നെ ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു മോം എന്താ ഇപ്പം നീ തേടിയൊക്കെ എത്തിമ്മ എന്താ മോം പറയാം അത് ഇപ്പം തേടിയൊക്കെ ഫൈനൽക്ക് എത്താൻ പോകുന്നതല്ലേ എന്ന് മോം പറഞ്ഞു. അതെ ഇപ്പോൾ പഠിച്ചിട്ട് ഫൈനലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അത് മുമ്പ് നീ അവരെ അക്സെപ്റ്റ് ചെയ്യ്. ഹീറോയി പറഞ്ഞു. ഹീറോയി ഓ മോം എന്ന് പറഞ്ഞു. പിന്നെ ഡേയ്സ് പോയി. ഇപ്പോൾ ഹീറോയി പഠിച്ചിട്ട് ഫൈനലൊക്കെ എത്തിയായിരുന്നു. ഇപ്പോൾ ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നുണ്ട് എന്ന് ഹീറോയിൻ്റെ മമ്മി പറയാൻ തുടങ്ങി. ഫൈനൽ കഴിയാൻ പോകുന്നുണ്ട് എന്നിട്ട് നീ ഗ്രാജുവേറ്റ് ആകാൻ പോവാ എന്ന് ഹീറോയിൻ്റെ മമ്മി പറഞ്ഞു. ഹീറോയി സമ്മതിച്ചില്ല. ഗ്രാജുവേറ്റ് ഡേ പോലെ ഡിസംബർ 7 വരെ വന്ന് ഹീറോയിന് ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കുമായിരുന്നു. ഹീറോയി സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങി അല്ല ഫ്രണ്ട്സ് അങ്ങനെ ഒരു സീനിയർ ഹീറോയി ഗ്രാജുവേറ്റ് ഒരു ഗോൾ പറഞ്ഞു. അവൻ്റെ ഒരു അനിയത്തി ഹീറോയിൻ്റെ ക്ലാസ്സാണ് പഠിക്കുന്നത് സീനിയറിൻ്റെ. ആ സീനിയർ വന്നായിരുന്നു എൻഗേജ്മെൻറ്റ് ചെയ്യാൻ. എന്നിട്ട് ആ സീനിയർക്ക് ഹീറോയി മറട്ടി അയച്ചു തന്നു. അതിലൊരു സീനിയർക്ക് ഹീറോയിൻ മേലെ കണ്ണുണ്ടായിരുന്നു. അത് നല്ല സീനിയറാണ്. സീനിയർ പ്രപ്പോസ് ചെയ്തത് ഹീറോയിൻ എല്ലാവരും പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത് ഡിസംബർ കടുപ്പായി. ഹീറോയിൻ പറഞ്ഞാൽ സോറി സീനിയർ മൈക്കെടുത്ത് പറയാൻ തുടങ്ങി. മൈക്കാണ് ഹീറോയിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോറി സീനിയർ എനിക്ക് മാരേജ് പോയി. ഹീറോയിൻ മുടി കുറച്ച് നേരായിട്ട് നല്ല കുങ്കുമം കണ്ട് താലി കണ്ടു.
കുങ്ങ് മാത്രം കണ്ടതാണ്, താലി ഉണ്ടായിരുന്നു, അത് കണ്ടായിരുന്നു. സോറി സീനിയർ, എനിക്ക് മാരേജുമായി, അതുമാത്രമല്ല എൻ്റെ ഹസ്ബൻഡായിരുന്നു, നിങ്ങൾ പറയും എനിക്ക് സോറി എന്ന് പറഞ്ഞ സീനിയറിൻ്റെ റിജക്റ്റ് ചെയ്ത് വന്നായിരുന്നു. BTS മെമ്പർ ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡിക്ക് അയ്യോ ഗ്രാജുവേറ്റായി, ഞങ്ങൾ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ മമ്മി ഡാഡി അവർ ട്രിപ്പ് പോകുന്നതെന്ന് ഒറ്റ ഓടിപ്പോയി. ഗ്രാജുവേറ്റായി, ഹീറോയിൻ നൈറ്റ് ഉറങ്ങിയില്ല. അവർ നൈറ്റ് ഹീറോയിൻ്റെ ഗ്രാജുവേറ്റ് കഴിഞ്ഞു. നല്ല ദിവസം ഇന്ന് ഞങ്ങൾ ഹീറോയിൻ്റെ മമ്മി ഓടിപ്പോയി. ഹീറോയ്ക്ക് ടയർഡായിരുന്നു. ഇന്ന് വീട്ടിൽ നോക്കുമ്പോൾ രാവിലെ നോക്കും അത് നൈറ്റായിരുന്നു. ഹീറോയിൻ വന്ന് ഉറങ്ങിയപ്പോൾ BTS മെമ്പർ അവർ വേറെ റൂമിൽ ഇറങ്ങി. ഇപ്പോൾ ഹീറോയിൻ മമ്മി രാവിലെ ആകുമ്പോൾ ഓടിപ്പോയി. ഹീറോയ്ക്ക് ചേഞ്ച് ചെയ്തു. നൈറ്റാകുമ്പോൾ നല്ല ദിവസമാണ് എന്ന് ഹീറോയിൻ മമ്മി ഫോൾട്ടായിട്ട് പറയാം. നീ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. ഹീറോയിനൊക്കെ ഭയങ്കര തേങ്ങയായിരുന്നു. ഒന്ന് റൂമൊക്കെ വന്നായിരുന്നു. BTS മെമ്പർ വിളിക്കായിരുന്നു. അവർ വേറെ കുറവില്ലുണ്ടായി. ഹീറോയിൻ ഷോറി എന്ന് പറഞ്ഞ് എടുത്ത് പോകുന്നൊക്കെ ആയിരുന്നു. അപ്പോൾ BTS മെമ്പർ പറയാൻ തുടങ്ങി, അത് പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അവർ ഹീറോയിനെ പിടിച്ചിരുന്നു. അതുകൊണ്ട് ഓരോ നാൾ ഇത്ര നാൾ ലീവ് എടുക്കുന്നു. ഫസ്റ്റ് ചിന്നിഷ്ട ഒരു കൂടെ അങ്ങനെ ഓരോന്ന് കൂടെ ഇരുന്നായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ മമ്മി 1 month ലീവ് ഇട്ട് അവർ വന്നായിരുന്നു. ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായി. ഹീറോയിൻ പറയാൻ തുടങ്ങി, മോം ഞാൻ കൊറിയക്ക് പോകാൻ ഹീറോയിൻ പറഞ്ഞായിരുന്നു സാഡായിട്ട്. ശരി മോളെ പോയിട്ട് വാ, ഹസ്ബൻഡ് കൂടെ അല്ലേ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ സന്തോഷത്തിൽ ഫ്രണ്ട്സിനോട് ഹഗ് ചെയ്ത് എയർപോർട്ടിൽ ഫ്രണ്ട്സ് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ പോരുകയായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു. ഹീറോയ്ക്ക് 8 ബേബീസാണ്. 7 ബോയ്സ് ബേബി, ഒരു ഗേൾ ബേബി. ലാസ്റ്റ് കുട്ടിയാണ് ഗേൾ ബേബി. ഹീറോയിന് മൂവിനെ നോക്കി മുറക്കായിരുന്നു. ഹീറോയിൻ ചിരിക്കായിരുന്നു. എന്ത് കോളത് ഹീറോയ്ക്ക് മുറക്കം ടെൻഷൻ വരെ ചെരുപ്പ് വരെ കോമഡിയാക്കി വെച്ചിട്ടുണ്ട് ബേബീസല്ല. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ്ക്ക് 2 പേർക്ക് ഗേൾ ബേബി ജനിച്ചായിരുന്നു. അവർ ബാക്കി മെമ്പേഴ്സ് ബേബീസെല്ലാം വന്ന് നിങ്ങൾക്കും ഗേൾ ബേബി ജനിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് നോക്കിയായിരുന്നു, ചിരിക്കായിരുന്നു. ഹീറോയിൻ ചിരിക്കായിരുന്നു. എല്ലാവരും ഫാമിലി ഫോട്ടോസാണ്. ഹാപ്പി എൻഡിങ് സ്റ്റോറി.